ഇപ്പോൾ ബിജു തട്ടില കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിജു തട്ടില, ഇപ്പോൾ ഈ ചർച്ചയിൽ വിൻസൻ അല്പസമയത്തിനകം ജോയിൻ ചെയ്യും. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തന്നെയാണ് തത്സമയം ജോയിൻ ചെയ്യുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കൾ മറ്റൊരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്, UK-യിൽ ഇരുന്നു കൊണ്ടാണ്. ഇപ്പോൾ ഈ ഇങ്ങനെ വിലങ്ങ് വെച്ചുകൊണ്ട് ആളുകളെ എത്തിച്ച ഒരു നടപടി അത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് അമേരിക്കയ്ക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. അത്തരം എതിർപ്പുകൾ പല രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നടക്കം വലിയ പ്രതിഷേധങ്ങളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അതിൽ എന്ത് ചർച്ചയാണ് അല്ലെങ്കിൽ എന്ത് സംഭാഷണമാണ് ഇന്ത്യ നടത്തിയത് എന്നത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതിനെ ആഘോഷമാക്കി മാറ്റുകയാണ് വീണ്ടും വൈറ്റ് ഹൗസ് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിടുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കൃത്യമായി ചങ്ങലക്കൂട്ടമാണ് കാണാൻ സാധിക്കുന്നത്. കൈകാലുകൾ ബന്ധിച്ച് ഓരോരുത്തരെ പരിശോധനകൾ നടത്തി കയറ്റിവിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്ത് സന്ദേശമാണ് ഈ ദൃശ്യങ്ങളിലൂടെ അമേരിക്ക നൽകുന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അഡ്വക്കേറ്റ് ബിജു തട്ടില, താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കാമോ? സോറി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷൻ ഈസ് അൺഅക്സെപ്റ്റബിൾ, ഡിപ്ലോറബിൾ ആൻഡ് ഡീഗ്രേഡിംഗ്. അതിന്റെ കാരണം എന്റെ സഹ പാനലിസ്റ്റ് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് കൃത്യമായ റിസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ വെബ്സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന 2 സെന്റൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ കണ്ടക്ട് of the transfer and removal of detained aliens via charter and commercial air transportation, air charter operation, transport detained aliens ordered to removed from the United States to their respected country of origin. അപ്പോ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് വെബ്സൈറ്റിൽ ഫാക്ട് ഷീറ്റിൽ കൊടുക്കുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ SOP മറ്റെന്തോ പറയുന്നുണ്ട് എന്ന് പറയുന്നതിൽ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. 2024 സെപ്റ്റംബറിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇന്ത്യയിലേക്ക് തന്നെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിലോ ചാർട്ടേഡ് ഫ്ലൈറ്റിലോ ആണ്. അതായത് പലരും പറയുന്നത് ഞാൻ കേട്ടു, അതായത് ഈ റിസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യാനുള്ള അവകാശം SOP കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, റിസ്ട്രെയിൻറ്റ് കൊടുക്കാൻ റിസ്ട്രെയിൻറ്റ് മസ്റ്റ് ബി റീസണബിൾ. എന്റെ ചോദ്യം, ഹാൻഡ്കഫ് വെക്കുകയും ചെയിനിൽ ഇടുകയും ആ ആളെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് അൺറീസണബിൾ റിസ്ട്രെയിൻ ആണ്. അത് ഞാൻ പറഞ്ഞതല്ല, സെറ്റ് ഓഫ് ലോ ആണ്. അപ്പോ കൃത്യമായും മറ്റ് രാജ്യങ്ങളിൽ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന അമേരിക്കക്കാരോട് ഇവരെ വെക്കാനോ ഇവരെ അവിടെ കീപ്പ് ചെയ്യാനോ ഒന്നും അല്ല അവിടെ ആരും പറയുന്നത്. വി ടേക്ക് ദ പോയിന്റ്, ഇവര് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു അവർ വന്ന രാജ്യത്തിലേക്ക് തിരിച്ചു വിടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അബു ഖത്താഡ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് അല്ലെങ്കിൽ ടെററിസ്റ്റ് അലിഗേഷൻ ഫേസ് ചെയ്തിരുന്ന ഒരു ആളുണ്ടായിരുന്നു UK-യിൽ. അദ്ദേഹത്തെ ജോർദാൻ ഗവൺമെന്റിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ടെററിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടനിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻവോക്ക് ചെയ്ത് ആദ്യം ഹൈക്കോടതിയിൽ പോയി, പിന്നീട് സുപ്രീം കോടതിയിൽ പോയി, പിന്നീട് അദ്ദേഹം യൂറോപ്യൻ കോർട്ടിൽ പോയി. ഇവിടെ എല്ലാം പോയി അദ്ദേഹത്തിന്റെ എല്ലാ ലീഗൽ അവന്യൂസും എക്സോസ്റ്റ് ആയപ്പോ അദ്ദേഹത്തിനെ ബ്രിട്ടൻ ഡിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ശരി. ആ ഡിപ്പോർട്ട് ചെയ്യാൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഡേവിഡ് ക്യാമറൂണും അന്നത്തെ ഹോം സെക്രട്ടറി തെരേസ മേയും ജോർഡാനിയൻ എംബസിയുമായി ജോർഡാനിയൻ കൗണ്ടർ പാർട്സുമായി അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി അദ്ദേഹത്തെ ഇവിടുന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം കൈവീശി നടന്ന് കയറി പോകുന്ന വീഡിയോ നിങ്ങൾ BBC സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ശരി. പക്ഷേ അത് ആ രാജ്യത്തിന്റെ, ഇപ്പോൾ താങ്കൾ പറയുന്നത് UK-യുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അത് എനിക്ക് തോന്നുന്നു മിഥുന ആദ്യം സൂചിപ്പിച്ചത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പോളിസികളുണ്ട്, അവിടുത്തെ രാജ്യത്തെ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നല്ലേ ശ്രീ ബൈജു തട്ടില പറഞ്ഞത്?
അങ്ങനെയാണ് എങ്കിൽ ഈ 2024 ഈ 1000-ഓളം ആളുകളെ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതേ രീതിയിൽ കൊണ്ടുവരാതിരുന്നത്? യെസ്, ഇതിൽ യഥാർത്ഥ ദ ഫാൾട്ട് ലൈസ് നമ്മുടെ ഇതിപ്പോ ഞാൻ പറയാം, കോസ്റ്ററിക്ക ഗവൺമെന്റ് US-മായി സ്ട്രക്ക് എ ഡീൽ. അവരുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ അങ്ങോട്ട് വിടുകയും അവരെ കൊണ്ടുവരികയും ചെയ്യുന്ന ഡീൽ നടന്നു. എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് ഇവരുമായി ഇതിലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുകയും നമ്മൾ ഫ്ലൈറ്റ് കൊടുക്കുകയും തിരിച്ചു കൊണ്ടുവരാൻ മേലാത്തതും അവരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കില്ല എന്നൊക്കെ പറയുന്നത് ഇസ് അട്ടർ സ്റ്റുപ്പിഡിറ്റി ആൻഡ് നോൺസെൻസ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഈ വന്ന് പെട്ടിരിക്കുന്നവർ കൂടി ഇന്ത്യക്കാരാണ്. നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ മറൈൻ ഷൂട്ട് ഇറ്റലിയിലുണ്ടായി, നമ്മുടെ അവിടെ മറൈൻ 2 ആളുകൾ ഷൂട്ട് ചെയ്ത കേസിൽ ഇറ്റലിയിൽ നിന്ന് അവരുടെ അംബാസഡർ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ടേക്ക് ദ പോയിന്റ്, ദേ വേർ ഇല്ലീഗൽ, അതിനൊരു സംശയം എനിക്കില്ല. ഇല്ലീഗൽ ആണെങ്കിൽ തന്നെയും അവരെ മറ്റൊരു രാജ്യത്തേക്ക്, അവരുടെ രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്നതിന് സെറ്റ് പ്രസിഡന്റ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റിന്റെ വെബ്സൈറ്റ് അവർ കൊടുത്തിരിക്കുന്നതാണ്. അത് വ്യക്തമാണ്. ഞാൻ നിർമ്മലിലേക്ക് പോകുന്നതിന്